Hi friends, welcome back to our channel. I am Ranju from YK Sound Academy. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോസ് ഇറക്കാത്തത്, കുറെ നാളായാലും വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിനും ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാം, ഇത് എന്റെ വീട്ടിലുള്ള ഹോം സ്റ്റുഡിയോ ആണ്. അപ്പൊ ഇതിന്റെ പണിയിലായിരുന്നു ഞാൻ ഫുൾ. അപ്പൊ ഇതിന്റെ ഫുൾ ഒരു വീഡിയോ, ഒരു സ്റ്റുഡിയോ ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്തത്, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, അതിനെ ഫുൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അടുത്ത ലെസൺസിൽ വരും. ഈ ഒരു വീഡിയോ എനിക്ക് തന്നെ എന്റെ പേഴ്സണൽ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ആണ്. ഇത് ഞാൻ എൻ്റെ ഈ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ച ഒരു മോണിറ്റർ സ്പീക്കറാണ്. ഞാൻ വളരെ റിസർച്ച് ചെയ്ത് മേടിച്ച ഒരു സ്പീക്കറാണ്. ഇന്ന് പറയുന്നത് കാലി ഓഡിയോ എന്ന് പറഞ്ഞ ഒരു മോഡലിന്റെ LP6 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. വളരെ ഹൈ റിവ്യൂ ഉള്ള ഒരു മോഡലാണ്. എനിക്ക് നെറ്റിൽ കാണാം. ഞാനൊരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മോണിറ്റർ സ്പീക്കേഴ്സെങ്കിലും ഏത് സ്പീക്കറിനെങ്കിലും മേടിച്ചാൽ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുക, റിസർച്ച് ചെയ്യുക, വേറെ സ്പീക്കേഴ്സായിട്ട് കമ്പയർ ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്പീക്കറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഞാൻ മേടിച്ചതിന്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാം. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ ഒരു സ്പീക്കർ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ഇറക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് അൺബോക്സിംഗിൽ പോകാം. ഒട്ടും ടൈം കളയാം. അപ്പൊ ഞാൻ ഈ സ്പീക്കർ പൊട്ടിക്കാൻ പോകണം. നമുക്ക് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. അതിനുള്ളിൽ വേറൊരു ബോക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ബ്രൗൺ ബോക്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ബ്രൗൺ ബോക്സിനുള്ളിൽ ഈ ഒരു വൈറ്റ് ബോക്സ് ഇതിന്റെ പാക്കേജ്, ആ സ്പീക്കറിന്റെ പാക്കേജ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ കാലി ഓഡിയോ LP6 എന്ന് പറയുന്നത്, LP എന്ന് പറയുന്നത് ലോൺ പൈൻ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ് കാലിഫോർണിയയിൽ. അതിന്റെ പേരിലാണ് ഈ ഒരു സ്പീക്കർ ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കാണാം. ഞാൻ ഇതിന്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്, ബ്ലാക്കും വൈറ്റും. എനിക്ക് പേഴ്സണലായിട്ട് വൈറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ വൈറ്റ് സീരീസ് എടുത്തേക്കണം. നമുക്ക് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോകണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു വാറന്റി പേപ്പറാണ്. വാറന്റി പേപ്പറും അതുപോലെ ഇതിന്റെ യൂസർ മാനുവലാണ്. നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ തുറന്നു നോക്കാം. ഇതിന് ഫുൾ ഗൈഡ് അവർ തന്നിട്ടുണ്ട്, എങ്ങനെയത് സെറ്റപ്പ് ചെയ്യേണ്ട അതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പറയുന്നത് ഇതൊരു 80 വാട്ട് സ്പീക്കറാണ്. ഇതിന്റെ തന്നെ LP8 അവൈലബിൾ ആണ്. അത് 100 വാട്ട്സ് ആണ്. ഇതിന്റെ മിഡ് റേഞ്ചും അതുപോലെ വൂഫർ എന്ന് പറയുന്നത് 40 വാട്ട്സ് ആണ്. LP8 ആവുമ്പോൾ 40 വാട്ട്സിന് ഹൈ ഫ്രീക്വൻസി, അതുപോലെ 60 വാട്ടിന്റെ അതിന്റെ വൂഫർ വരും. അപ്പൊ ഇത് നിങ്ങൾക്കാണ് ഇതിന്റെ യൂസർ ഗൈഡാണ്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ്. ഞാനിത് മേടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് ഇത് മേടിച്ചത്. അതുകൊണ്ട് കൂടുതലും നോക്കാനില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കാണിച്ചതാണ്. സിലിക്ക ജെൽ, പിന്നെ നമുക്കൊരു സ്പീക്കർ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഫുൾ വൈറ്റ് ഫിനിഷിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ സ്പീക്കർ എടുത്ത് പുറത്തേക്കാം. ഇതാണ് സ്പീക്കർ ബോക്സ് ആയിട്ട്. ഇതിനെ കൂടെ ഞാൻ വേറെ സാധനം മിസ്സായി ചെയ്തിട്ടുണ്ടോ. ഇതിന്റെ അടിഭാഗം സ്ക്രാച്ച് ആവാതിരിക്കാൻ, അതുപോലെ ഒന്ന് വൈബ്രേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അവർ ഇതിന്റെ ഒരു റബ്ബറിന്റെ ഒരു ബുഷ് പോലെ പാഡ് പോലെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടിയിൽ വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ വൈറ്റ് സ്പീക്കറാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ 40 വാട്ട്സിന്റെ ഇതിന്റെ ഹൈസും മിഡ് റേഞ്ചും, അതുപോലെ ബൂഫർ എന്ന് പറയുന്നത് 40 വാട്ട്സിന്റെ ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത്, കമ്പനി പറയുന്നത് വെച്ചാൽ ഇതിന്റെ പോർട്ട് അല്ലെങ്കിൽ ബേസ് റിഫ്ലെക്സ് പോർഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ്. അപ്പൊ ഈ ഒരു സ്പീക്കറിന്റെ ഒരു പ്രത്യേകത, വേറെ സ്പീക്കേഴ്സ് ഈ ഒരു റേഞ്ചിൽ വേറെ സ്പീക്കേഴ്സിനെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് വോളിന്റെ അടുത്തേക്ക് വെക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്ക സ്പീക്കേഴ്സിന്റെ പോർട്ട് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് വോളിന്റെ അത്ര അടുത്തേക്ക് വെക്കാൻ പറ്റില്ല, കാരണം ബേസ് ഫ്രീക്വൻസി ഒക്കെ കൂടി വരും. അതുകൊണ്ട് ഇവർ കമ്പനിക്ക് അറിയാം നമ്മുടെ മാക്സിമം ഹോം സ്റ്റുഡിയോ ആവശ്യങ്ങൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പോർട്ട് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് വോളിനോട് ചേർത്ത് വെക്കാം. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സെറ്റിംഗ്സ് ഇവർ തന്നിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് എവിടെയാണോ ഈ സ്പീക്കർ പ്ലേസ് ചെയ്യുന്നത്, ടേബിളിന്റെ മേളിലാണോ അതോ വോളിനോട് ചേർത്തിട്ടാണോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ടേബിളിലാണോ,
ആ രീതിയിൽ നമുക്ക് ഇവിടെ ഡിപ്പ് സ്വിച്ചസ് ഉണ്ട്. അപ്പൊ ഏത് സ്ഥലത്താണ് നിങ്ങൾ വെക്കുന്നത് ആ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡിപ്പ് ചെയ്യാം. അപ്പൊ ആ പെർഫെക്റ്റ് ഫ്രീക്വൻസി ഫ്ലാറ്റ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി അവിടെ അതിന്റെ പോർഷൻ ഇവർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇതിന്റെ ബാക്ക് സൈഡിൽ അവർ അതിന്റെ ഫുൾ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് വേറെ ഒരു സ്പീക്കറിൽ ഈ ഒരു റേഞ്ചിൽ ഇല്ല. നിങ്ങളിപ്പോ ടേബിളിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ വോളിനോട് ചേർത്താണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്റ്റുഡിയോ ടേബിളാണ് വെക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഡിപ്പ് സ്വിച്ചസ് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ മാക്സിമം ഈ സ്പീക്കറെ ഫ്ലാറ്റ് റെസ്പോൺസ് തരാൻ വേണ്ടി ആ കമ്പനി തന്നെ ഇതിന്റെ ഫുൾ വേരിയേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ മെയിൻ വോള്യൂം നോബ് ഇവിടെ ഉണ്ട്, ഒരു XLR കണക്ഷൻ ഉണ്ട്, TRS കണക്ഷൻ ഉണ്ട്, ബാലൻസ് XLR TRS ഉണ്ട്, അതുപോലെ RC കണക്ഷൻ ഉണ്ട്. ഈ ഒരു സ്പീക്കറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു 32,700 അടുത്താണ് വന്നേക്കുന്നത്. ഞാൻ എറണാകുളത്ത് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഇതിന്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം.